ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ പുതിയ ഒരു ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതായത് കുറേ വർഷമായി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല എങ്കിൽ, അതുപോലെ അതിലേക്ക് അധികം ഗ്രോത്ത് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത ഒരു ചാനലെല്ലാം തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ നമുക്ക് വന്നിരിക്കുന്ന ഒരു കമൻ്റ് ആയിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഒരേ ഐഡി യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ചാനലെല്ലാം തുടങ്ങുക എന്നത്. അതായത് നിലവിൽ നമ്മൾ ചാനൽ തുടങ്ങിയിരിക്കുന്ന അതേ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് മറ്റൊരു ചാനൽ എങ്ങനെയാണ് തുടങ്ങുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇതിനായി എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ ഒരു ചാനൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നിലവിലുള്ള ചാനൽ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. ചാനൽ ഗ്രോത്ത് ടിപ്സ് മലയാളം എന്ന ചാനലാണിത്. അതിനുശേഷം ഇവിടേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ ഈ സെറ്റിങ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇതേ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് വേണ്ട പുതിയ ഒരു ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ ചാനലിൻ്റെ പേരെല്ലാം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ രണ്ട് ചാനലെല്ലാമാണ് നിങ്ങളുടെ ഒരു മൊബൈൽ ഐ ഡി എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ എല്ലാം കൊടുത്ത് രണ്ട് ചാനലെല്ലാമാണ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനെല്ലാം കഴിയുക. ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ ചാനലെല്ലാം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു മൊബൈൽ നമ്പർ എല്ലാം എൻ്റർ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമുക്ക് ഒരേ ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് പുതിയ ഒരു ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.